ഫൈനൽ എക്സാമിന് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കൂടെ പിടിച്ചോ. വാട്ട് ആർ ദ മൈൽ സ്റ്റോൺസ് ഇൻ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ നാൾ വഴികളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ച് നാൾ വഴികൾ, കുറച്ച് മൈൽ സ്റ്റോൺസ് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പോയിന്റ്സ് ആയിട്ട് നമുക്ക് മൈൽ സ്റ്റോൺസ് ഈസി ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ നമ്മുടെ കറാച്ചി സമ്മേളനമാണ് നടന്നിട്ടുള്ളത് 1931 അല്ലെങ്കിൽ 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെ കറാച്ചി സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തിനായിരുന്നു നമ്മുടെ കറാച്ചി സമ്മേളനം നടത്തിയെന്ന് ചോദിച്ചാല് ബ്രിട്ടീഷ് ചൂഷണം, ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വികസന മുരടിപ്പും ഒന്ന് മാറ്റാനായിട്ടുള്ള പദ്ധതികളാണ് നമ്മുടെ കറാച്ചി സമ്മേളനത്തിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1938 1938 നമ്മുടെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്ലാനിങ് വരുന്നത്. അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അതാണ് നമ്മുടെ ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മുടെ കറാച്ചി സമ്മേളനം വരുന്നു, രണ്ടാമതായിട്ട് നമ്മുടെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വരുന്നു. അതിനുശേഷം 1944 തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് നമ്മുടെ ബോംബെ പദ്ധതി. അത് ബോംബെയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു മീറ്റിംഗിൽ വന്നിട്ടുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു നമ്മുടെ ബോംബെ പദ്ധതി എന്നുള്ളത്. അതൊരു സംഘം വ്യവസായികളാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ് നമ്മുടെ ഈ ബോംബെ പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് നമ്മുടെ പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി. എം.എൻ. റോയ്, ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള എം.എൻ. റോയ് ആണ് നമ്മുടെ പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്ന് ഇന്ത്യനെ എങ്ങനെ എക്കണോമിക്കലി കുറച്ചും കൂടെ സെറ്റ് ആക്കാം എന്നുള്ള ഐഡിയാസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ 1947 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ഒരു വർഷത്തിന് ശേഷം നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള വ്യാവസായിക നയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി വരുന്നു 1948. ഇനി നമ്മുടെ ഫാദർ ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അതാണ് നമ്മുടെ എം വിശ്വേശ്വരയ്യ എന്നുള്ളത്. നമുക്ക് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്നുള്ളത് നമ്മുടെ എം വിശ്വേശ്വരയ്യയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് പുള്ളിനെ ഈ ആസൂത്രണത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നതെന്ന് ചോദിച്ചാല് പുള്ളി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ബുക്കിന്റെ പേരാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആസൂത്രണത്തിന്റെ നാൾ വഴികൾ അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിന്റെ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. പോയിന്റ്സ് ആയിട്ട് പഠിക്കാം, ഏതൊക്കെ പ്ലാനിങ്സ് ആണ് ഏതിനു ശേഷം വന്നെന്നുള്ളത് പഠിക്കാം. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് 4 മാർക്ക് ഉറപ്പിക്കാം.